آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പകലന്തിയോളം ജോലി ചെയ്ത് വിശ്രമിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രാത്രിയിൽ നമ്മുടെ വിശ്രമ സമയം മാറ്റിവെച്ച് എന്തെങ്കിലും ദീനിനെ കുറിച്ച് പഠിക്കണം, കേൾക്കണം എന്ന ആഗ്രഹത്തോടെയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും ഇങ്ങനൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ വല്ലപ്പോഴും ലഭിക്കുന്ന ഒരു ക്ലാസ്സോ ഒരു പ്രസംഗമോ കൊണ്ട് മതിയാക്കാതെ നിത്യവും നാം ദീനിനെ കുറിച്ച് പഠിക്കാനും വായിക്കാനും സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് ആമുഖമായി എല്ലാവരോടും പറയാനുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട മതമല്ല. പാരമ്പര്യമായി പൂർവ്വതലമുറയിൽ നിന്ന് ലഭിച്ചത് അങ്ങനെ തന്നെ വിഴുങ്ങി അത് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു മതവുമല്ല. മറിച്ച് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. ഇസ്ലാം എന്താണ്? ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്? അള്ളാഹു, അവന്റെ റസൂൽ, അവന്റെ ഗ്രന്ഥം, സ്വഹാബത്ത്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇന്ന് നാം നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഉല്ലാസത്തിനു വേണ്ടിയും ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ദീന് പഠിക്കാൻ വളരെ സീരിയസ് ആയി ഗൗരവത്തോടെ ദീനി വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ് എന്ന് ഖേദപൂർവ്വം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ദീന് പഠിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണേ എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഹ്ലുസുന്ന വിശ്വാസവും വ്യതിയാനവും എന്നാണ് നാം ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. ആരാണ് അഹ്ലുസുന്ന? എല്ലാവരും മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരുമാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ രാജപാത. അതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. സഹാബികളുടെ കാലം മുതൽക്കു തന്നെ ഇസ്ലാമിക സമുദായത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കക്ഷിത്വം പല കക്ഷികളും ഉണ്ടായി. ഓരോ കക്ഷിയും തങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളെന്ന് വാദിക്കാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരെ വേർതിരിച്ചു നിർത്തുന്ന ഒരു നാമം സ്വീകരിക്കേണ്ട നിർബന്ധിതാവസ്ഥയുണ്ടായി. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നാണ് അവർ ആ പേര് കണ്ടെത്തിയത്. നമുക്ക് പരിചയമുള്ള ഹദീസാണ്, കേട്ടിരിക്കാം. وإن بني إسرائيل تفرقت على 72 فرقة. ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി വേർതിരിഞ്ഞു പോയി. وستفترق أمتي على 73 فرقة. മറ്റേ റിവായത്ത് 70 ബില്ലാ. എന്റെ സമുദായം ഭാവിയിൽ 73 കക്ഷികളായി വേർപിരിയും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ. അവരെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആരാണ് രക്ഷപ്പെട്ട വിഭാഗമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചു. അവിടുത്തെ മറുപടി മാ അന അലൈഹി യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവരാകുന്നു
എന്ന് അവർക്ക് മറുപടി പറയുകയും ചെയ്തു. ആ മറുപടിയിൽ നിന്നാണ് ഈ പേര് സ്വീകരിച്ചിട്ടുള്ളത്. മാ അന അലൈഹി, റസൂൽ പറയാണ് ഞാൻ ഏതൊരു നിലപാടിലാണോ അതാണ് അസ്സുന്ന. വാ സഹാബി, എന്റെ സഹാബികൾ ഏതൊരു നിലപാടിലാണ് അതാണ് അൽ ജമാഅ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഹുനിയയിൽ അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട്, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ന എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതിലെ സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി കാണിച്ച കാര്യമാണ്. വൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അഇമ്മത്തിൽ അർബഅ. 4 ഖലീഫമാരുടെ കാലത്ത് സഹാബികൾ ഏകോപിച്ചെത്തിയ നിലപാട് തീരുമാനമേതോ അതാണ് അൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുന്നത്തിനെയും ജമാഅത്തിനെയും അവലംബമാക്കി ജീവിക്കുന്നവർ അഥവാ പ്രവാചക ചര്യയെയും സഹാബികളുടെ ഏകോപിച്ച നിലപാടുകളെയും അവലംബമാക്കി ജീവിക്കുന്നവർ അവർക്കാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുക. ചുരുക്കത്തിൽ അഹ്ലുസുന്ന എന്ന് പറയുന്നതും അവരെ കുറിച്ചാണ്. അതുകൊണ്ട് ആരാണ് അഹ്ലുസുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് അഹ്ലുസുന്ന എന്ന് നാം വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും. പൊതുജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂരിഭാഗം മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് ഏതോ അതാണ് സുന്നത്ത് ജമാഅത്ത്. കാരണവന്മാരായി നാം ചെയ്തു വരുന്നതും മുൻ തലമുറയിൽ നിന്നും നമുക്ക് കൈമാറി കിട്ടിയതുമായ വിശ്വാസാചാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരം എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അസുന്നത്തും വൽ ജമാഅത്തും പിൻപറ്റുന്നവരാരും പ്രവാചകചര്യയും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനങ്ങളെയും പിൻപറ്റുന്നവരാരും അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആനിൽ അനവധി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാണല്ലോ നബി അയച്ചത് തന്നെ. വമാ അർസൽനാ റസൂലൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വമാ യന്തിഖു അനിൽ ഹവാ ഇല്ലാ വഹ്യു യുഹാ, അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, അവിടത്തേക്ക് ലഭിച്ച വഹിയല്ലാതെ എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ അംഗീകരിക്കലാണ് ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം തന്നെ. ആ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന 2ാമത്തെ കലിമയുടെ താല്പര്യം തന്നെ അതാണ്. സൂറത്തുൽ നിസായിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, പറയുക നബിയെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, ആ അല്ലാഹുവിന്റെ കൽപ്പനയുമായി വന്ന എന്നെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുത്തു തരും, അവൻ പാപങ്ങൾ പൊറുത്തു തരുന്ന കരുണാനിധിയാകുന്നു. കണ്ടോ, വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. വമാ ആതാകുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, റസൂൽ നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിങ്ങൾ പാടെ അകന്നു നിൽക്കുക. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നും അത് മുഅ്മിനായ നിലക്ക് നമ്മുടെ ബാധ്യതയാണെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാം സന്മാർഗത്തിൽ എത്തണമെങ്കിൽ അതിനുള്ള വഴി ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നത്. വഇൻ തുതിഉഹു തഹ്തദു, അദ്ദേഹത്തെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സഹാബത്തിന്റെ മാർഗമേതോ അത് നോക്കിയാണ് ആ പ്രശ്നത്തിൽ തീർപ്പ് കണ്ടെത്തേണ്ടത്. ആരെങ്കിലും റസൂലിനെതിരെ പ്രവർത്തിക്കുകയും സന്മാർഗം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും റസൂലിനെതിരെ പ്രവർത്തിക്കുകയും മുഅ്മിനുകളുടേതല്ലാത്ത ഒരു മാർഗം പിൻപറ്റുകയും ചെയ്താൽ, ഇവിടെ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം എന്നുള്ള മുഅ്മിനീങ്ങളുടെ മാർഗം ഏതാ? സബീലുൽ മുഅ്മിനീൻ, അത് സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗമല്ലാത്തൊരു മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതും മനസ്സുലി ജഹന്നം, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നതുമാണ്
എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ പിൻപറ്റുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിർബന്ധ ബാധ്യതയാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും റസൂലിനെ മാതൃകയാക്കുക എന്നത് ഓരോ മുസൽമാനും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെയുള്ളത് സ്വഹാബത്താണ്. സ്വഹാബത്തിനെ കുറിച്ച് എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആദ്യം ഓതി വെച്ച സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത് സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതയാണ് വ്യക്തമാക്കുന്നത്. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് പറയും? റളിയല്ലാഹു അൻഹു, അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. സഹാബി വനിതയാണെങ്കിൽ റളിയല്ലാഹു അൻഹാ, കൂടുതൽ സഹാബികളുണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹും. അല്ലേ? അത് പറയാൻ ഉള്ള കാരണം എന്താ? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്നും അവർ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്നും അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് സൂറത്ത് തൗബയില്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ആരാ? മുഹാജിർ. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയത്. മദീനയിൽ അവർ സ്വീകരിച്ചവരാണ് ആര്? അൻസാറുകൾ. അവരിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സുഹൃതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവർ. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഇതിന് വലിയ സർട്ടിഫിക്കറ്റ് വാർത്തയാണ്. പടച്ചവന്റെ പൊരുത്തം കിട്ടിയ ആളുകളാണ് സഹാബത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് ദുആ ചെയ്യുന്നത്. എപ്പോഴും ഇതൊരു വേണം അവർക്ക് വേണ്ടി. തർബിയത്ത് എന്നാണ് അറബിയിൽ പറയാം. തർബിയത്ത് റളിയല്ലാഹു അൻഹു പറയാന്നുള്ളതിന് തർബിയത്ത് പറയാം. അപ്പോ വഅദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സുന്ദര സ്വർഗ്ഗങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? മാത്രമല്ല ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതരായിരിക്കും. ലാലികൽ ഫൗസുൽ അദീം, അതത്രേ മഹത്തായ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, സഹാബത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഖുർആനിൽ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ആരെ പറ്റിയാ പറഞ്ഞത്? സഹാബത്തിനെ പറ്റിയാ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മത്തിൻ, താങ്കൾ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമാകുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട. ബാത്റൂമിൽ വെള്ളമുണ്ടോ എന്തോ കാര്യം പറയണേ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട സമുദായമാകുന്നു. സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായം. ഇതാരെ പറ്റിയാ പറഞ്ഞത്? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആരാധിച്ചിട്ട് അഭിസംബോധിത സഹാബത്താണ്. സഹാബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ഈ 3 ക്വാളിറ്റിയും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ തന്നെയാകുന്നു അത്യുന്നതർ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. കണ്ടോ? ആ അത്യുന്നതർ ഖൈറു ഉമ്മത്ത് എന്നൊക്കെയുള്ള പേര് സഹാബത്തിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ തലമുറയാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറയാകുന്നു ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ തലമുറ. തുമ്മല്ലദീനോടും പിന്നെ അവരെ തുടർന്നു വരുന്നവർ താബിഉകൾ, തുമ്മല്ലദീനോടും പിന്നെ അവരെ തുടർന്നു വരുന്നവർ താബിഉകൾ. ഇവരാണ് ഉത്തമ തലമുറകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയ 3 തലമുറ. അതിലൊക്കെ സഹാബത്തിന്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തർക്ക പ്രശ്നങ്ങൾ വരുമ്പോ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കണം റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ അയാൾ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ എന്ത് വേണം? ഒരുപാട് അഭിപ്രായ ഭിന്നതയാണ്, ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടില്ല വേണ്ടത്. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന, സന്മാർഗ്ഗനിഷ്ഠരായ എന്റെ പിൻഗാമികളുടെ ഖലീഫമാരുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. അബൂ അലിഹാബിന്റെ വാജിദ്
അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അവയെ കടിച്ചു പിടിക്കണം. ദീനിൽ പുതുതായി നടത്തിക്കൊണ്ടപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. കണ്ടോ? അപ്പൊ തർക്ക പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ ശരിയായ നിലപാട് സഹനത്തിന്റെ നിലപാടിനോട് യോജിച്ച നിലപാട് ആരുടേതാണ് എന്ന് നോക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹാബത്തിനെ പിൻപറ്റുക, സഹാബത്തിന്റെ മാർഗം അംഗീകരിക്കുക, അത് പിന്തുടരുക എന്നത് ഖുർആനും ഹദീസും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വലാ തസുബ്ബു സഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. ഫഇന്ന അഹദകും ലൗ അൻഫഖ മിത്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസിഫഹു, അവൻ ഒരാൾ ചെലവാക്കിയ ഒരു മുദ്ദ്, രണ്ട് കൈകൊണ്ട് ഇങ്ങനെ വായത്തിൽ വരാൻ ഒരു മുദ്ദ് അത്ര വരില്ല, അതിന്റെ പകുതിയോളം വരില്ല. അവർ ചെലവാക്കിയതിന്റെ ഒരു മുദ്ദ് അതിന്റെ പകുതിയോളം വരില്ല. നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ദീനിനു വേണ്ടി ചെലവാക്കിയാൽ അത്രയും മാത്രം മഹത്വമുള്ളവരാണവർ എന്ന് ഈ ഹദീസ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ നബിയെ പിൻപറ്റണം, സ്വഹാബത്തിനെ അംഗീകരിക്കണം എന്നത് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ആവശ്യപ്പെട്ട സംഗതിയാണ്. അതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന നാമകരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്ന എന്ന് മാത്രമല്ല, പല കക്ഷികളും വാദിക്കുന്നത് ഞങ്ങളല്ലാത്തവരെല്ലാം അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോയവരാണ് എന്നാണ്. ശരി, അവകാശവാദങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് പരിശോധിക്കാനുള്ള മാനദണ്ഡം പ്രവാചകൻ സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ നമുക്ക് റസൂൽ പഠിപ്പിച്ച ഈ അളവുകോൽ വെച്ച് പരിശോധിക്കാം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അവർ പിൻപറ്റുന്നുണ്ടോ, അൽ ജമാഅ സഹാബത്തിന്റെ നിലപാടുകൾ അവർ അംഗീകരിക്കുന്നുണ്ടോ? ഓരോ വിഷയത്തിലും പ്രവാചക ചര്യ എന്ന് പറയുന്നു, സഹാബത്ത് എന്ന് പറയുന്നു എന്ന് നോക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അവർക്കാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ സഹാബികളെ പറ്റി ഖുർആൻ പറഞ്ഞു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബി, ആഹ്ലു കിതാബ് വേദക്കാർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിശ്വാസം, ഈമാൻ എങ്ങനെയുള്ള ഈമാനായിരിക്കണം? സഹാബത്തിന്റെ ഈമാൻ പോലത്തെ ഈമാനായിരിക്കണം. ഇവിടെ തർക്കത്തിൽ നിൽക്കുന്ന നിരവധി വിഷയങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട്. അത് ഏറ്റവും പ്രധാനം തൗഹീദിനെ സംബന്ധിച്ചുള്ള തർക്കം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമുക്ക് കാണാൻ സാധിക്കും, അധിക മുസ്ലിം വിഭാഗങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബത്ത് കാണിച്ചു തന്ന ആ തൗഹീദ് അല്ല യഥാർത്ഥത്തിൽ പിന്തുടരുന്നത്. ജാഹിലിയ്യ കാലത്ത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി വരുന്ന കാലത്ത് മക്കക്കാർ ഉൾക്കൊണ്ടിരുന്ന വിശ്വാസം എന്തായിരുന്നു, അതിൽ ഏതിനൊക്കെയാണ് ഇസ്ലാം കുഴിച്ചുമൂടിയത്, ഏതിനൊക്കെയാണ് ഇസ്ലാം സ്ഥാപിച്ചത്, ഇസ്ലാം തുടച്ചു നീക്കിയ ജാഹിലിയ്യത്ത് ഏത്, ഇസ്ലാം സ്ഥാപിച്ച ഇസ്ലാമിയത്ത് എന്ത് എന്ന് പഠിച്ചുകൊണ്ടല്ല പലരും ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ നിരവധിയാണ്. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ യുമിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ആ മക്കക്കാരിൽ ഭൂരിഭാഗവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. അപ്പൊ അവർക്ക് വിശ്വാസമുണ്ടെന്ന് ഖുർആൻ പറയുന്നു, പക്ഷെ അതിന് ശിർക്ക് കലർന്നിട്ടുണ്ടെന്നും ഖുർആൻ പറയുന്നു. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ ശിർക്ക് കലർന്ന വിശ്വാസമാണ്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? എങ്ങനെയാണ് അവർ മുശ്രിക്കായത്? പല മുസ്ലിം സഹോദരങ്ങൾക്കും അറിഞ്ഞുകൂടാ. നാം അറിയേണ്ടതുണ്ടല്ലോ. അവിടെയാണ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ വിശ്വാസവും അതിൽ നിന്നുള്ള വ്യതിയാനങ്ങളുടെയും വഴികൾ നമുക്ക് മനസ്സിലാവുന്നത്. അവർ അല്ലാഹുവിനെ നിഷേധിച്ച നാസ്തികന്മാരായിരുന്നില്ല. അല്ലാഹുവില്ല, പരലോകമില്ല, അതെല്ലാം മിഥ്യയാണ് എന്ന് പറയുന്ന ആളുകളായിരുന്നില്ല അവർ. മറിച്ച് ആസ്തിക്യവാദികൾ, അല്ലാഹു ഉണ്ടെന്ന് അംഗീകരിക്കുന്ന, അല്ലാഹുവിന്റെ പല കഴിവുകളെയും അംഗീകരിക്കുന്നവരായിരുന്നു അവർ. അല്ലാഹുവാണ് ഈ ലോകത്തെ പടച്ചത്, നീ അവരോട് ചോദിക്കൂ, അവർ പറയും അല്ലാഹുവാണ്. ആരാണ് നിങ്ങളെ പടച്ചതെന്ന് ചോദിക്കൂ, അവർ പറയും അല്ലാഹുവാണ്. അപ്പൊ ആകാശഭൂമികളെ പടച്ചതും ഞങ്ങളെ പടച്ചതും ഈ പ്രപഞ്ചത്തിലെ എല്ലാ കൊടാനുകൊടി ജീവജാലങ്ങളെ പടച്ചതും അല്ലാഹുവാണ് എന്നവർ അംഗീകരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ വചനത്തിൽ ഖുൽ, നബിയെ ചോദിക്കുക,
മയ്യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചകളും അധീനത്തിൽ വെച്ചിരിക്കുന്നവൻ, ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവനും ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഇതൊക്കെ മക്കക്കാരോട് ചോദിക്കാൻ വേണ്ടി റസൂലിനോട് അല്ലാഹു പറയാണ്. എന്നിട്ട് അവരുടെ മറുപടി എന്തായിരിക്കും? അത് ഖുർആൻ പറയുന്നു, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണെന്ന്. കണ്ടോ? അപ്പോൾ ചോദിക്കുക ഫഖുൽ, എന്നാൽ വീണ്ടും അവരോട് ചോദിക്കുക അഫലാ തത്തഖൂൻ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവരെ സൂക്ഷിക്കുന്നില്ല? നിങ്ങൾ അല്ലാഹുവിനല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് പഴച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അല്ലാഹുവാണ് റാസിഖ്, അവനാണ് മാലിക്, അവനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മനുഷ്യരിൽ നിന്ന് ബീജത്തെ, ബീജത്തിൽ നിന്ന് മനുഷ്യനെ, കോഴിയിൽ നിന്ന് കോഴിമുട്ടയെ, കോഴിമുട്ടയിൽ നിന്ന് കോഴിയെ, ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നത് അവനാണ്. ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരും അവനാണ് എന്ന കാര്യത്തിൽ മക്കക്കാർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് മുഅ്മിനൂനിലെ 84 മുതൽ 89 കൂടിയ വചനങ്ങൾ. ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ, ഖുൽ നബിയെ ചോദിക്കുക, ആർക്കുള്ളതാണ് ഭൂമിയും അതിലുള്ളവരും? ഭൂമിയും അതിലുള്ള സൃഷ്ടിജാലങ്ങളും മറ്റുമൊക്കെ ആർക്കുള്ളതാണ്? ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിനുള്ളതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, നിങ്ങൾ അതുകൊണ്ട് ഓർമ്മിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് അവരോട് ചോദിക്കുക. ഖുൽ മൻ റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർശിൽ അസീം, ഏഴാകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും അർശിന്റെയും ഉടമസ്ഥൻ ആരാണ്? അർശിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കുറഞ്ഞു പോവുകയില്ല, അർശിന്റെ പറയില്ല എന്നുള്ളത്. അല്ലാഹുവിന്റെ രാജപീഠം, ആ അർശിന്, ആ മഹത്തായ അർശിന്റെയും ഏഴാകാശങ്ങളുടെയും റബ്ബ് ആരാണെന്ന് ചോദിക്കുക. സയഖൂലൂന ലില്ലാഹ്, കണ്ടോ? അതിന്റെ ഉടമസ്ഥത അല്ലാഹുവിനുള്ളതാണെന്ന് അവർ പറയും. ഖുൽ അഫലാ തത്തഖൂൻ, ചോദിക്കൂ നബിയെ, നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷ്മത പാലിക്കുന്നില്ല? ഖുൽ, വീണ്ടും ചോദിക്കുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പരമാധികാരം ആർക്കാണ് എന്ന് ചോദിക്കുക. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവൻ അഭയം നൽകുന്നു, അവനെതിരിൽ അഭയം നൽകപ്പെടുന്നതല്ല. അതാരാണ്? അങ്ങനെയുള്ളവൻ ആരാണ്? ഈ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. ഫസയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിനാണ്. കണ്ടോ? ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, പിന്നെയും അവർ എങ്ങനെയാണ് മായാവലയത്തിൽ അകപ്പെടുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും അല്ലാഹുവിനാണ്, ഏഴാകാശങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് മാത്രമല്ല എല്ലാത്തിന്റെയും പരമാധികാരം അല്ലാഹുവിനാണ്. ഇപ്പോൾ ചില കക്ഷികളൊക്കെ പറയാറുണ്ട് അല്ലാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കുന്ന ഒരു കക്ഷി ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ പറയും കാലം വോട്ട് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യൽ ഹലാലാണെന്ന് പറയുന്നു എന്ന് ചില ആളുകൾ കളിയാക്കുന്നു. ഞങ്ങൾ പരമാധികാരം അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മറ്റു കക്ഷികളൊക്കെ പരമാധികാരം തന്നെ മൻമോഹൻ സിംഗിന്, പരമാധികാരം വാജ്പേയിക്ക് എന്ന് പറഞ്ഞിട്ടാണോ? ആരും അങ്ങനല്ല. അബൂജഹൽ അടക്കമുള്ള മക്ക മുശ്രിക്കുകൾ വരെ പരമാധികാരം അല്ലാഹുവിനാണ് എന്ന് അംഗീകരിച്ചിരുന്നു എന്ന ലളിതമായ സത്യം പോലും അറിഞ്ഞറിയാതെ അവർ മറന്നു പോവുകയാണ്. അപ്പൊ ഈ ആയത്തിൽ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അവർ ഉൾക്കൊണ്ടു. എന്നിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചോ ആ തൗഹീദിന്റെ ആളുകളായില്ല അവർ. അവരെ മുശ്രിക്കുകളായി തന്നെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ട്? അവരെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല. അല്ലാഹുവാണ് സിദ്ധാവ്, അല്ലാഹുവാണ് ഉടമസ്ഥൻ, അല്ലാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുവഹീദാകുന്നില്ല, തൗഹീദുള്ളവനാകുന്നില്ല. പിന്നെയോ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കുക കൂടി വേണം. ഇതോടൊപ്പം ഇബാദത്ത് അല്ലാഹുവിന് കൂടി മാത്രമാക്കണം. അവർക്ക് പഴിച്ചത് അവിടെയാണ്. അവർ അല്ലാഹു പുറമെയും ഇലാഹുകളുണ്ടെന്ന് വിശ്വസിച്ചു. അല്ലാഹുവാണ് സിദ്ധാവെന്ന് പറഞ്ഞപ്പോൾ അവർ തർക്കം ഉന്നയിച്ചിട്ടില്ല. അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരിക്കലും വിവാദം ഉണ്ടാക്കിയിട്ടില്ല. അതേ സമയത്ത് അല്ലാഹു മാത്രമാകുന്നു ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ തർക്കത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചു.
സൂറത്ത് സ്വാദിലെ 5-ാമത്തെ വചനം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എന്തു പറ്റി മുഹമ്മദിനെ? എല്ലാ ഇലാഹിനെയും കൂടെ ഒറ്റ ഇലാഹാക്കി കളഞ്ഞല്ലോ, ഇതൊരു അത്ഭുതമുള്ള കാര്യം തന്നെ എന്നവർ അത്ഭുതം പ്രകടിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. കണ്ടോ, അതാണ് അവരുടെ പ്രശ്നം. ഇലാഹ് അല്ലാഹു മാത്രം. ഇബ്രാഹിം നബി ഇലാഹാണ്, ഇസ്മായിൽ നബി ഇലാഹാണ്, ലാത്ത ഇലാഹാണ്, ബിംബങ്ങൾ ഇലാഹാണ്, മലക്കുകൾ ഇലാഹാണ്, ജിന്നുകൾ ഇലാഹാണ്. പല ഇലാഹുകളെ കൂട്ടത്തിൽ ഒരു ഇലാഹു അല്ലാഹു. അങ്ങനെയാണ് അവർ ധാരണ. കണ്ടോ, അപ്പൊ അതിലാണ് അവർക്കുണ്ടായിരുന്ന തർക്കം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തൗഹീദിന്റെ വചനം ഉൾക്കൊള്ളാൻ അബൂജഹൽ തടസ്സമായിരുന്നു. അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് ആര് പറഞ്ഞത്? വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കരിച്ച് പിന്തിരിഞ്ഞു പോകും. കാരണം അബൂജഹലിന് അറിയാം, ഇത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലാത്തയോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, ഉസ്സയോട് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ അവർ തയ്യാറാകാതിരുന്നത്. നിങ്ങൾ നോക്കൂ, മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ ആശൂറ നോമ്പ് നോക്കിയിരുന്നു, അവർ നേർച്ചയാക്കി, അള്ളാഹും നേർച്ചയാക്കും, അവർ വിപ്പങ്ങൾക്കും നേർച്ചയാക്കും. അതൊക്കെ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു സന്നിഗ്ധ ഘട്ടങ്ങളിൽ. കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവർ മാത്രമാക്കിക്കൊണ്ട് അവരെ മാത്രം വിളിച്ചു തൊട്ടവര്, വേറെല്ലാ തമ്പുരാക്കന്മാരെ ഒഴിവാക്കും. എന്നാൽ ഫലമ്മാ നജ്ജാഹു മിനൽ ബർരി, അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ ഇദാ ഹും യുശ്രികൂൻ, അപ്പോൾ അവരതാ ശിർക്ക് വെക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പോലും ചെയ്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം, എന്നാൽ പിന്നെ എന്തായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ? അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു, അള്ളാഹുവിനൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് എടുക്കുന്നതിന് അവർ പറഞ്ഞ ന്യായം എന്തായിരുന്നു? അവരെ പറഞ്ഞ ന്യായം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് എടുക്കുന്നത് ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ സാമീപ്യം നേടിത്തരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അവർ സമ്മതിച്ചു. അവരെന്തായാലും അവനെ അള്ളാഹ് ഇബാദത്ത് എടുക്കാത്തത്? നമ്മളൊക്കെ പാപികളല്ലേ, ദോഷികളല്ലേ, തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിക്കുന്നവരല്ലേ? അങ്ങനെയുള്ള നമ്മൾ നേർക്ക് നേരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യതയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യോഗ്യത ഇല്ലാത്ത നമ്മള് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായ ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ പറയാം. അവർ അള്ളാഹിനോട് പറയും, ദാ നിന്റെ അടിമ ഇന്ന ആള്, അയാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതൊന്ന് നിറവേറ്റി കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ അടുത്ത് അവർക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നമുക്ക് നേടിത്തരും എന്നാണ് അവരുടെ വിശ്വാസം. കണ്ടോ? അപ്പൊ നമ്മളൊക്കെ പാപികളാണ്, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് അകന്നവരാണ്. നമ്മൾ അള്ളാഹുവിനെ അടുപ്പിക്കണമെങ്കിൽ ഇടയാളന്മാർ വേണം. അങ്ങനെ ഇടയാളന്മാർ, അള്ളാഹും അവർക്കും വേണ്ടി ഇടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുക. ഇടയാളന്മാർക്ക് അള്ളാഹുവിനുള്ള സ്ഥാനവും പദവിയും അവർ ഉപയോഗപ്പെടുത്തി കാര്യം നേടിക്കൊടുക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. രണ്ടാമതായി അവർ പറഞ്ഞ ന്യായം, ഇത് സൂറത്ത് സുമറിലാണ്. സൂറത്ത് യൂനുസ് 18 കാണാം, ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന ശുപാർശക്കാരാണ്. കണ്ടോ? സ്വയം കഴിവ് അപ്പൊ തന്നെ പൊളിഞ്ഞു. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, സ്വമതിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാകൂ. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർ സ്വയം കഴിവുള്ളവരാണ്, സ്വമതാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മൊയ്യദ്ദീൻ ശൈഖോ മമ്പർത്തങ്ങളോ ബദരീങ്ങളോ സമതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സമത അല്ലാഹുവാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാഹു സമതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ പോലത്തവരെ ഞങ്ങൾ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നു. അല്ലാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
അവർ സ്വയം പര്യാപ്തരോ സ്വയം കഴിവുള്ളവരോ അല്ല, പടച്ചവൻ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ അബൂജഹൽ വിശ്വസിച്ചത്. അതുകൊണ്ടാ ശുപാർശയുടെ കാര്യം പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരാണ്, സ്വന്തമായി കൊടുക്കാൻ കഴിയുമെങ്കിൽ ശുപാർശയുടെ ആവശ്യമുണ്ടോ? അപ്പൊ അവരും സ്വയം കഴിവുള്ള ദൈവങ്ങളിലെല്ലാം വിശ്വസിച്ചത്. അവരെ ഹജ്ജിനെ തൽബിയത്തിലതാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഏതാണ് അല്ലാഹ്? മുഹമ്മദ് വിശ്വാസം പഠിപ്പിച്ച അതേ അല്ലാഹു തന്നെ ഇവർക്ക് അങ്ങനെ വാദം. അത് വേറെ അല്ലാഹുവാണ്. അബൂജഹലിന്റെ അല്ലാഹ് വേറെ അല്ലാഹുവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ റസൂൽ പറയുന്നത് ഖദിൻ ഖദിൻ, മതി മതി, വേറെ അല്ലാഹുവാണെങ്കിൽ അവർ അങ്ങോട്ടേ നിൽക്കൂലേ? ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞവിടെ നിർത്ത്. ഞാൻ ശരി കിടക്കലപ്പോ നിനക്ക് പങ്കുകാരില്ല. അവിടെ നിർത്തിയില്ല. അവര് മുമ്പിലിരിക്കണം, അവിടെ നിർത്തിയില്ല. എന്നിട്ടോ അതിനപ്പുറത്തേക്ക് പോയി. ഇല്ല ശരീക്കൻ കണ്ടോ, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ലെന്ന് പറഞ്ഞ ശേഷം ഒരു തരം പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ നിന്റേതാണ്. കണ്ടോ, തമ്മിക്ക് പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തിനെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. അപ്പൊ അല്ലാഹുവിന്റെ അധീനത്തിലുള്ള, അവന്റെ കീഴിലുള്ള പങ്കുകാർ, അവന്റെ ഉടമസ്ഥതയിലുള്ള പങ്കുകാർ, അവരിലാണ് യഥാർത്ഥത്തിൽ ആര് വിശ്വസിച്ചിരുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഇമാം മുസ്ലിം കിതാബുൽ ഹജ്ജിൽ ഉദ്ധരിച്ച മുശ്രിക്കുകളെ തൽബിയത്ത് തന്നെ വ്യക്തമാക്കി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ശുപാർശക്കാരാണെന്ന് പറഞ്ഞതോട് കൂടി തന്നെ സ്വന്തം കഴിവില്ല, അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ശുപാർശ ചെയ്ത് വാങ്ങിക്കൊടുക്കണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതർത്ഥത്തിൽ ഞാനിതൊക്കെ പറഞ്ഞത് എന്താണ് അവർക്ക് പറ്റിയ, ഏത് തൗഹീദിലാണ് അവർക്ക് പിഴവ് പറ്റിയത്? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നിങ്ങനെ തൗഹീദ് വിഭജിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന തൗഹീദ്, തൗഹീദുൽ ഉലൂഹിയ്യ, അതിലാണ് യഥാർത്ഥത്തിൽ അവർക്ക് അബദ്ധം സംഭവിച്ചത്. അല്ലാഹു ഇബാദത്ത് എടുക്കാം, അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കാം. അല്ലാഹു ശരീക്കുണ്ട് എന്നാണ് അവരുടെ തൻബീഹ് അവർ പറയുന്നത്. ഞങ്ങൾ മുശ്രിക്കുകളാണ് നമ്മൾ സമ്മതിക്കുകയാണ്, അല്ലേ? നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല, നല്ല ഒരു തരം പങ്കുകാരും ഉണ്ട് പിന്നെ സ്ഥാപിക്കാണ്. അല്ലാഹു ശരീക്കുണ്ടെന്ന് ആരുടെ വിശ്വാസം? മക്കക്കാരുടെ വിശ്വാസം. പക്ഷെ ശിർക്ക് കുറ്റല്ല എന്നാണ്. ഞങ്ങൾ മുശ്രിക്കുകളാണ്, പക്ഷെ ഞങ്ങൾ ചെയ്ത ശിർക്കെന്തല്ല, തെറ്റല്ല, കുറ്റല്ല. അതാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ ഈ ഇതിന് സമാനമായ ചില വാദങ്ങൾ ഇന്ന് അഹ്ലുസുന്നയാണ് എന്ന് പറയുന്ന ആളുകൾക്കുണ്ട്. ജാഹിലിയ്യ വാദങ്ങൾ ഇന്ന് അഹ്ലുസുന്നയാണെന്ന് വാദിക്കുന്നവരുടെ തൗഹീദ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് അംഗീകരിക്കും, ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നിസ്കാരം കഴിഞ്ഞിട്ട് അഫ്ദലു ദിക്ർ എന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, ധരിച്ച വിധേയത അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്തതാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്താണ്? അത് അധികം ആളുകൾക്ക് അറിഞ്ഞൂടാ. അതല്ലാതെ പടച്ചോനില്ല എന്ന ചില ആളുകൾ അർത്ഥം പറയാറില്ല. ഇലാഹിന് പടച്ചവൻ ഖാലിഖിന് അർത്ഥമുണ്ടോ? ഇല്ല. റാസിഖിന് അർത്ഥമുണ്ടോ? മാലിക്കിന് അർത്ഥമുണ്ടോ? ഇല്ല. അതെല്ലാം ഇലാഹിന്റെ വിശാലമായ താല്പര്യത്തിൽ വരുന്നതാണ്. പക്ഷേ ഇലാഹിന്റെ അർത്ഥം എന്താണ്? അൽ മഅബൂദ് ബിഹഖ് അൽ മുസ്തഹിഖ് ലിൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അത് അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ, ഇബാദത്തിന് അർഹനായി ആരുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. കണ്ടോ, ഇത് അല്ലാഹുക്ക് പുറമെ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ, ആർക്കൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങളും അല്ലാഹുവിലേക്ക് ആക്കണം. അപ്പോഴേ തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ സഹോദരങ്ങളിൽ പലർക്കും അറിഞ്ഞുകൂടാ ഈ ഇബാദത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നു, വൈദ്യശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഹോദരന്മാർ. അവർക്ക് അറിഞ്ഞുകൂടാ ഇത് ഇബാദത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാഹ് ചെയ്യേണ്ട ഇബാദത്ത് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് ചെയ്യുന്നത് ഞങ്ങൾ ശിർക്കിലേർപ്പെടുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരത് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമൊക്കെ
അത്തരത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നവർ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണെന്ന് അവരെ പഠിപ്പിക്കണം. കലിമത്ത് തൗഹീദിന് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കണം. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഗുരുതരമായ അക്രമമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഈ ശിർക്കോട് കൂടി മരിച്ചാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു ലിശ്ശിർക ബിഹി, ആ ശിർക്ക് പൊറുക്കപ്പെടുന്നതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾ അങ്ങനെ ശിർക്കോട് കൂടി പരലോകത്തിലെത്തിയ അയാൾക്ക് സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പോലും അവർക്ക് ലഭിക്കൂല. കാരണം ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞത് എന്റെ ശഫാഅത്ത് അല്ലാഹു ഉദ്ദേശിച്ചാൽ ലഭിക്കുന്നതാണ് ആർക്ക്? എന്റെ ഉമ്മത്തിൽ നിന്നും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചവർക്ക്. ഇതറിഞ്ഞുകൂടാ അവർക്ക്, ഇത് കുറ്റമാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവർ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖലാസ്. ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണേ, ഞങ്ങൾ നോമ്പ് എടുക്കണം അല്ലാഹുവിന് വേണ്ടിയല്ലേ, ഞങ്ങൾ സക്കാത്ത് കൊടുക്കണം അല്ലാഹുവിന് വേണ്ടിയല്ലേ, ഹജ്ജ് ചെയ്യുന്ന അല്ലാഹുവിന് വേണ്ടിയല്ലേ, ഞങ്ങൾ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടിയല്ലേ ചെയ്തത്. എന്നാൽ ദുആ ഇബാദത്താണ് എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന ദുആ ഹുവൽ ഇബാദ, ദുആ അത് ഇബാദത്താണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതവർക്ക് അറിഞ്ഞുകൂടാ. അതവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള എന്തായോ, ദുആ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ക്ഷണിച്ചു, അപേക്ഷിച്ചു, കോടതിയിൽ കേസ് കൊടുത്തു എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൽ അലിഫ് ലാം ചേർത്തിട്ടുണ്ട്. അൽ ദുആ ആ അല്ലെന്ന് ഇസ്തിറാഖിന്റെ അല്ലാഹു അഹദിന്റെ അല്ലാഹു എന്നൊക്കെ ചോദിക്കും. അതൊക്കെ രാമനിലുള്ള ചില ചർച്ചകളാണ്. ഇസ്തിഗ്റാഖിന്റെ അല്ലെന്ന് പറഞ്ഞാൽ എല്ലാ ദുആയും, അപ്പൊ എല്ലാ വിളിയും. ഞാൻ നിങ്ങളെ കല്യാണത്തിന് വിളിച്ചാൽ അതിന് ദുആ അറബിയിൽ പറയാം. അപ്പൊ അത് വിവാദത്താണോ എന്നൊക്കെ ചോദിച്ച ആളുകൾക്കിടയിൽ നിങ്ങൾ ബൈബിൾ ചോദിച്ചിട്ട് ഇത് കഞ്ഞി തരുമെന്ന് പറഞ്ഞാൽ അത് ദുആണോ, എല്ലാ ദുആയും ശിർക്കാണോ, എല്ലാ വിളിയും ദുആണോ, വിവാദത്താണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ യഥാർത്ഥത്തിൽ അദ്ദുആ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പ്രാർത്ഥിക്കുക, ദ്വാരക്കുക എന്നൊരു മലയാളത്തിൽ നമ്മൾ ആളുകൾ അറബി കൂട്ടി പറയും. ദ്വാരക്കുക, ആ ദ്വാരക്കലുണ്ടല്ലോ അത് ഇബാദത്തിന്റെ ഭാഗമാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരോടും പ്രാർത്ഥിച്ചുകൂടാ. എത്ര വലിയ മഹാനാകട്ടെ. നിങ്ങൾ നോക്കൂ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനൊപ്പം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടി പഠിപ്പിച്ച എന്തുകൊണ്ടാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ പഠിപ്പിക്കുന്ന അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹതയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ ഈ ലോകത്ത് വല്ല നിലക്കും ഇലാഹാകാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അത് ഒന്നാമതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അടുത്തത് പഠിപ്പിക്കുന്നത്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയും ഇലാഹല്ല, അദ്ദേഹത്തിൽ ഇലാഹിന്റെ അംശമില്ല, അദ്ദേഹത്തിൽ ദൈവം അവതരിച്ചിട്ടില്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ നിലപാടെന്താ? റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ മാത്രമാകുന്നു അദ്ദേഹം. സർവ്വ വീരാരാധനകളെയും സർവ്വ വ്യക്തി പൂജകളെയും അത് ചവിട്ടി അടക്കുകയാണ്. വല്ല നിലക്കും ഇലാഹാക്കാൻ അവകാശമുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ് ആകുന്നത്. ആ നബി പോലും ഇലാഹല്ല, പിന്നെയല്ലേ അതിന്റെ താഴെ ഔലിയാക്കന്മാരൊക്കെ എന്നാണ് ഇതിന്റെ ധ്വനി. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ വീരാരാധനയില്ല, സൃഷ്ടി പൂജയില്ല, വ്യക്തി പൂജയില്ല. എല്ലാ വ്യക്തി പൂജകളെയും ഇല്ലാതാക്കിയാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മുത്തുനബിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? മുത്തുനബിയെ കാക്കണേ എന്ന് പറയുന്നുണ്ട്. മൗലൂദ് കിതാബുകളിലൊക്കെ എത്ര സ്ഥലത്തുണ്ട്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, ഉദാഹരണം പാപം പൊറുക്കുക, അള്ളാഹിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാ. ഗഫൂർ എന്ന സിഫത്ത്, ഗഫാർ എന്ന സിഫത്ത് അള്ളാഹു മാത്രമുള്ളതാണ്. പാപങ്ങളെ മായ്ച്ചു കളയുന്നത് അള്ളാഹു മാത്രമുള്ള സിഫത്താണ്. കാരണം പുണ്യവും പാപവും നിശ്ചയിച്ചതാരാ? അള്ളാഹുവാണ്. പാപത്തിന് ശിക്ഷയോ അല്ലെങ്കിൽ കൊടുത്തു കൊടുക്കലോ പുണ്യത്തിന് പ്രതിഫലമോ കൊടുക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള അവകാശം അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് കുറ്റകരമാണ്. ഇത് മുന്നോട്ട് വന്നു. ഇവിടെ 2 സീറ്റ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാപം പൊറുക്കാൻ റസൂലിനോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബി ദുനൂബി മുസറിബലൂ. ശറഫുൽ നാബില തോന്നുന്നു. ഫജുദിയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവൻ ഔദാര്യം കാണിച്ചാലും
ലഅബ്ദിൻ അസീരിൻ ബിദ്ദുനൂബി, പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ അടിമക്ക്, മുസർബലു അങ്ങനെ ബന്ധിക്കപ്പെട്ടവനായ ഈ അടിമക്ക് നബിയെ നിങ്ങൾ ഔദാര്യം കാണിക്കണം, നിന്റെ പാപം പുറത്തു തരണം എന്നാണ്. നബിയെ നേരിട്ട് തന്നെ അന്ത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മൂബിഖാതി എന്ന് തന്നെ പറയുന്നത് സുബ്ഹാന മൗലിദിൽ. യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫഖൈനി, പ്രിയപ്പെട്ട നബിയെ മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ എന്നൊക്കെ വിളിച്ചിട്ട് എന്താ പിന്നെ പറയുന്നത്? യാ അയ്യദ് യാ മുമജ്ജദ് അന്ത ഗഫാറുൽ ഖതായ, താങ്കൾ പാപങ്ങൾ അതിയായി പൊറുക്കുന്ന വ്യക്തിയാണ്. കണ്ടോ, ആർക്കാണ് അഹ്ലുസുന്നയുടെ ആദർശത്തിന് വ്യതിയാനം സംഭവിച്ചത്? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് തൗഹീദിൽ തന്നെ വ്യതിയാനം സംഭവിച്ചു. പടച്ചോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ പടച്ചവന്റെ പടച്ചുകളോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ ചെയ്യുന്നത്. പാപം പൊറുക്കാൻ ആർക്കും അവകാശമില്ല, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. കണ്ടോ, അന്നസത്താറുൽ മസാവി, പാപങ്ങളെ മൂടി വെച്ച് മാപ്പാക്കുന്നവർ നിങ്ങളാണ്. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും മുസ്ലിമിന്റെ ന്യൂനത മൂടി വെച്ചാൽ അവന്റെ ന്യൂനത അള്ളാഹു പരലോകത്ത് മൂടി വെക്കും, വെളിവാക്കൂല. ആ മനുഷ്യന്മാരെ മുമ്പിൽ പരസ്യപ്പെടുത്തൂല, പരസ്യപ്പെടുത്താതെ പുറത്തു വരും. സിദ്ദീഖ് എന്നാണ് അള്ളാഹുവിന്റെ സിഫത്തായിട്ട് അതിൽ പറയാറുള്ളത്. ഇവിടെ സത്താർ എന്നാണ്, ഇത് ഉദ്ദേശം തന്നെയാണ്. കണ്ടോ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്ത്, അവന്റെ വിശേഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാർത്തി കൊടുക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ. ഞങ്ങൾ ആരും റസൂലിനെ വിളിക്കുമ്പോ ആ റസൂൽ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിക്കുന്നില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്താ ദൈവമാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിച്ചാലേ ശിർക്കാവുന്നതാണ്. എന്താ ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ആരാണ് ദിവ്യൻ? അയാൾ സ്ഥലത്തെ പ്രധാന ദിവ്യനാകുന്നു. എന്താർത്ഥം? അയാൾ ചില അസാധാരണ സിദ്ധികളൊക്കെ ചില പിടിയൊക്കെ ഉണ്ടാവും, ചില മാജിക്കായിട്ടും അയാളുണ്ടാവും, അവിടുത്തെ ദിവ്യനായിരിക്കും. കണ്ടോ, അപ്പൊ ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് ഇല്ലാതെ എന്തൊക്കെയോ അസാധാരണ കഴിവുകളും സിദ്ധികളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ദിവ്യൻ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഇവർ പറയുന്നത് എന്താ? അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ടും ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത കറാമത്ത് കൈകൊണ്ടും സഹായിക്കാനാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. അത് രണ്ടുകൊണ്ടാണ്. അമ്പിയാക്കൾക്ക് അല്ലാഹു ഇസ്സത്ത് എന്ന പേരിൽ കുറെ കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു കറാമത്ത് എന്ന പേരിൽ കുറെ കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അമ്പിയാക്കളിലൂടെ വെളിപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾ, ഔലിയാക്കളിലൂടെ വെളിപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾ അത് അല്ലാഹു അവരിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. അത് മനസ്സിലാക്കാതെ അത് കൊടുത്ത കഴിവാണ്, അക്കഴിവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. കൊടുത്ത കഴിവല്ല, ഇതിന് എത്രയോ തെളിവുകളുണ്ട്. അത് വിശദീകരിച്ച അതിലേക്ക് പോയി വിഷയം തന്നെ അങ്ങോട്ട് പോയി, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ആ രൂപത്തിൽ ദിവ്യത്വം കൽപ്പിക്കൽ വരുന്നുണ്ട്. ദൈവമാണെന്ന് വിശ്വസിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മീമത്തെ അഹ്മദും ഞാൻ എന്ന് ചൊന്നവർ, വീണ്ടും ഐനത്തെ അറബി ഞാൻ എന്നവർ. മീമത്തെ അഹ്മദ്, അഹ്മദിലെ മീമ് പോയാൽ എന്തായി? അഹദായി. അറബിയിലെ ഐന് പോയാൽ റബ്ബായി. കണ്ടോ, അത് അങ്ങനെ തന്നെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. സറന്തി മൗലിദിൽ കാണാം, ഞാൻ നിന്നെ ചിലപ്പോൾ റബ്ബാനിയത്തിലേക്ക് ഉയർത്തും, മറ്റു ചിലപ്പോൾ നിന്നെ ഇൻസാനിയത്തിലേക്ക് താഴ്ത്തും. കണ്ടോ, മാത്രല്ല റസൂലുള്ളാഹിന്റെ നൂർ കുറെ കാലം അറിയപ്പെടാത്ത ലോകത്തായിരുന്നു. പിന്നീട് ആ നൂറിനെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ ഔസലൽ മീമ ബിസ്മിഹിൽ അഹദ് ഫസാറ അഹ്മദ മഹ്മൂദൻ മിന സമദി. കണ്ടോ, അല്ലാഹു തന്റെ നാമമായ അഹദിനോട് മീമിനെ ചേർത്തു, അപ്പോൾ അത് അഹ്മദായി. അഹദിനോട് മീമിനെ ചേർത്താൽ അഹ്മദായി, അഹ്മദ് എന്ന് മീമ് കളഞ്ഞാൽ അഹദായി. പള്ളി റസൂൽ ഒന്നെ. അതന്നെയാണ് സൂഫികളുടെ തൗഹീദ്. സൂഫികളുടെ തൗഹീദ് എന്താ? സത്താവും സൃഷ്ടിയും രണ്ടില്ല, രണ്ടുണ്ടെന്ന് പറഞ്ഞവരാണ് മുശ്രിക്ക്. രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ മുവഹിദായി. തൗഹീദ് ഒന്നാക്കലാണ്. മനസ്സിലായില്ലേ? വഹദത്തു മാല എന്നൊരു മാലുണ്ട്. അക്ബരിയ തരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഫരീദ് ബാബ ഈരാറ്റുപേട്ട രചിച്ചതാണ്. അതിന് തുടക്കം എന്താ? ആദി ഒളി ബൈ അത് തൻവെളി ബൈ അത് പിന്നെ ആദമായി വന്ന് ദുഹൂറായി. ആദി എന്നാണ് അല്ലാഹു, അവ്വൽ അല്ലാഹു, അത് ഒളിവായി, ഒളി എന്ന പ്രകാശം. പിന്നെ അത് ആദമായി വന്ന് ദുഹൂറായി,
ആ പ്രകാശത്തിന് എന്തായി? ആദമായി ഒന്ന് വെളിപ്പെട്ടു. അമ്പിയ ഔലിയ ആയി വന്ന് അമ്പിയാക്കളായി ഔലിയാക്കളായി പല കാലങ്ങളിലും അള്ളാഹു ഇങ്ങനെ വന്ന് അവസാനം തന്നെ വന്ന് അവസാനം മക്കത്ത് വന്നതും ആ അള്ളാഹു തന്നെയാണ്. അപ്പൊ പ്രവാചകന്മാരൊക്കെ ശരിക്കും അള്ളാഹുവിന്റെ അവതാരങ്ങളാണെന്ന അദ്വൈത സിദ്ധാന്തത്തിലേക്കാണ് യഥാർത്ഥത്തിൽ തരീഖത്തും സൂഫിസും എത്തിച്ചേരുന്നത്. ആ തരീഖത്തുകളൊക്കെ ഇരു സമസ്തക്കാരും അംഗീകരിക്കാൻ ചെയ്യുന്നത് അല്ലേ? ഖാദിരിയ, റിഫാഇയ്യ, നഖ്ശബന്ദിയ, ദുഹ്റവർദിയ പോലുള്ള ശരിയായ തരീഖത്തുകളെ ശരിയായ കൈക്കൊള്ളച്ചാരങ്ങൾ അംഗീകരിക്കുന്നതാണ്. അക്ബരിയ തരീഖത്തിന് ഇതുവരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന ഇബ്നു അറബി കാഫിറാണെന്ന് ഫത്വ കൊടുത്ത 40ഓളം പണ്ഡിതന്മാരുടെ ഉദ്ധരണി സഹിതം ബുർഹാനുദ്ദീൻ ബിഖാഇ എന്ന് പറയുന്ന ശാഫിഈ പണ്ഡിതൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുമായി ഇബ്നു അറബിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് കുഫ്റിന്റെ വാദമാണെന്ന് പറഞ്ഞു. അയാളെ പോലും തള്ളി പറഞ്ഞിട്ടുള്ളത് അയാളെ തരീഖത്തായി ഇത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ ഒക്കെ വിശ്വസിക്കുന്നുണ്ട് ആളുകള്. ഹല്ലാജിനെ പറ്റി ഹല്ലാജിൽ അള്ളാഹു അവതരിച്ചിരിക്കുന്നു ഹല്ലാജിന്റെ വാദമാണ്. ഇബ്നു സബഈൻ അതുപോലെ ഇബ്നുൽ ഫാരിദ് പോലുള്ള സൂഫികളൊക്കെ ഈ വാദക്കാരാണ്. അള്ളാഹു മനുഷ്യരെ അവതരിക്കുമെന്ന ഹുലൂൽ വാദക്കാരാണ്. മാലകളിലൊക്കെ അതിലുള്ള ഒരുപാട് വരികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ അത് ഇബാദത്ത് അല്ലാതാക്കുവാനും അത് ശിർക്കല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ദുആ ഇബാദത്താണ്, അത് അള്ളാഹു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ്. അതിന് ഇസ്തിഗാഥ എന്ന ഓമന പേരിട്ടത് കൊണ്ട് അത് ദുആ അല്ലാതാകുന്നില്ല. ഇസ്തിഗാഥയും ദുആയും തമ്മിലുള്ള ബന്ധം എന്താ? ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. സഹായതേട്ടം ഭൗതികമായ കാര്യത്തിന് സഹായം നേടിയാലും അത് ഇസ്തിഗാഥ എന്ന് പറയാം. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്നെ കുടുംബക്കാരൻ ഫിറഔന്റെ കുടുംബത്തിൽപ്പെട്ടവരും ഇയാളും തമ്മിൽ ശണ്ട നടക്കുമ്പോൾ മൂസാ നബി അങ്ങോട്ട് കടന്നില്ല. തന്റെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്റെ ശത്രുവിനെതിരിൽ മൂസയോട് ഇസ്തിഗാഥ നടത്തി. മൂസയെ തല്ലിട്ട് അടിക്കുന്നു. ഓടി വന്നു മൂസ കുത്തു കൊടുത്തു. അവന്റെ കഥ കഴിഞ്ഞു. കേട്ടില്ലേ? കൊല്ലാൻ വേണ്ടി കുത്തിയതല്ല, കുത്തുകൊണ്ട് ഊക്കങ്ങനെ ഉണ്ടായതുകൊണ്ട് കഥ കഴിഞ്ഞു പോയതാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇസ്തിഗാഥ എന്നാ പറഞ്ഞത്. അതേസമയം പ്രാർത്ഥനക്കും ഇസ്തിഗാഥ എന്ന് പറയാറുണ്ട്. ദുആന്റെ അർത്ഥത്തിലും ഇസ്തിഗാഥ ഉപയോഗിക്കാറുണ്ട്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തല്ലോ അല്ലേ? മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ? പടച്ചവനെ, ഈ കൊച്ചു സംഘം ഈ ബദർ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ഈ നാട്ടിൽ ആരാധിക്കപ്പെടുന്നതേ അല്ലാതെ. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാഥ നടത്തിയപ്പോൾ ഫസ്തജാബ ലക്കും, അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് തുടരെ 1000 മലക്കുകളെ കൊണ്ട്. അപ്പൊ ഈ ദുആനെ അനുസ്മരിച്ച് പറഞ്ഞ വാക്കെന്താ? ഇസ്തിഗാഥയാണ്. അപ്പൊ പ്രാർത്ഥന എന്ന അർത്ഥത്തിലും ഇസ്തിഗാഥ ഉപയോഗിക്കാറുണ്ട്, ദുആ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ സാധാരണ സഹായതത്വത്തിനും ഇസ്തിഗാഥ എന്ന് ഉപയോഗിക്കാം. തർക്കത്തിലുള്ള സഹായതത്വം ഏതാ? ദുആന്റെ അർത്ഥത്തിലുള്ള ഇസ്തിഗാഥയാണ്. ദുആ എന്ന് ഖുർആൻ ഉപയോഗിച്ചതിന് ഇസ്തിഗാഥ എന്ന് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇസ്തിഗാഥ എന്ന് ഖുർആൻ ഉപയോഗിച്ചതിന് ദുആ എന്ന് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും പിഴച്ചുപോയ മകന്റെ എതിരിൽ പടച്ചവനോട് പ്രാർത്ഥിച്ചതിനെ പറ്റി അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ഇസ്തിഗാഥ നടത്തുകയാണ്. അതിന് ബഹുമായ ദുആഇല്ല, അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെന്നാണ് മുഫസ്സിർ അർത്ഥം കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്തിഗാഥ ദുആവുന്ന ഇസ്തിഗാഥയുണ്ട്. അതാണ് തർക്കത്തിലുള്ള ഇസ്തിഗാഥ. പേരെന്ന് പറഞ്ഞതുകൊണ്ട് ദുആ പാലില്ല. അപ്പൊ വിപുലമായ ശിർക്കിന്റെ വിപുലമായ മേഖല അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വീഴ്ചപ്പെട്ടതും ആയിരുന്നിട്ടാണ്. പിന്നെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നു. നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, അവന് വേണ്ടി ബലിയെടുക്കുക. പടച്ചവന് വേണ്ടിയല്ലാതെ അറവ് നടത്താൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? അല്ലാഹു അല്ലാത്തവർക്ക് അറവ് ഇന്ന സ്വലാത്തി വനുസുക്കി, ഈ നുസുക്ക് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ബലികർമ്മമാണെന്ന് പക്ഷെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും അത് അല്ലാഹുവിന് വേണ്ടിയാണ് കേട്ടോ.
അപ്പോൾ ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ അറബ് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി അറുക്കുന്നു, ജീലാനി ദിനത്തിൽ മൊയ്‌ദി ശൈഖിന് വേണ്ടി അറുക്കുന്നു, പാമ്പ് വരാതിരിക്കാൻ വേണ്ടി റിഫായിക്ക് കോഴിയെ നേർച്ചയാക്കുന്ന റിഫായിക്ക് വേണ്ടി അറുക്കുന്നു. ഇങ്ങനെ മഹാന്മാരെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞിടുന്നു എന്നിട്ട് അതിനെ അറുക്കുന്നു. ഇതൊക്കെ പറയുമ്പോ എന്താ പറയാറിയോ, അതൊക്കെ വിസ്മി എല്ലിട്ടാ അറുക്കുന്നത്. അറുക്കുമ്പോ വിസ്മി എല്ലിയതുകൊണ്ട് നേർച്ച ഉണ്ടാവുമോ? അപ്പൊ പന്നീനെ കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടുത്താല് ഹലാലാകുമോ? ഇല്ല, അത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ചത്തതിനെ ബിസ്മില്ലാഹ് ഹലാലാകുമോ? അതുപോലെ ആ കൂട്ടത്തിൽ പറഞ്ഞത് അല്ലാത്തവർക്ക് നേർച്ചയാക്കിയത് കണ്ടോ. അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി. നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ശവം, മറ്റൊന്ന് ഒഴുകുന്ന രക്തം, മറ്റൊന്ന് പന്നി മാംസം, മറ്റൊന്ന് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കപ്പെട്ടത്, ശബ്ദം ഉയർത്തപ്പെട്ടത്, ഉപദ്രീകൾക്ക് വേണ്ടി നേർച്ചയാക്കിയത്, മൊയ്‌ദി ശൈഖിന് വേണ്ടി നേർച്ചയാക്കിയത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ നേർച്ചക്കാരനില്ല അതുകൊണ്ട് അർത്ഥം പറഞ്ഞത്. നേർച്ചയാക്കാൻ ആർക്ക് പാടുള്ളൂ? അല്ലാഹു വേണ്ടി നേർച്ചയാക്കാൻ പാടുള്ളൂ, അല്ലാഹു വേണ്ടി അറബ് നടത്താൻ പാടുള്ളൂ. അപ്പൊ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക, ഇതെല്ലാം ശിർക്കിന്റെ വിവിധ ഇനങ്ങളാണ്. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഞങ്ങൾ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്നു. അതിന് വിവിധ ന്യായങ്ങൾ അവർ പറയുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. തന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ഇല്ല. മൂസാ നബിയെ മരിച്ച മൂസാ നബിയെ മിഅ്റാജിൽ വെച്ച് കണ്ടിട്ട് മൂസാ നബിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല.